ഒരു അവസരം മുന്നിലേക്ക് വരുമ്പോൾ അതിനെ കൃത്യമായി അനലൈസ് ചെയ്ത് എല്ലാവരും അതിലേക്ക് കോർഡിനേറ്റ് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കുക എന്ന് പറയുന്നത് ഒരു ടാലന്റ് ആണ്, അല്ലെങ്കിൽ അതൊരു ക്വാളിറ്റി ആണ്. പക്ഷെ ഈ പറഞ്ഞ ക്വാളിറ്റി ഒന്നും ആർക്കും ഇൻബോൺ ആയിട്ട് കിട്ടില്ല അല്ലെ. സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും കഴിവുള്ളവരാക്കി മാറ്റുന്നത്. അതെ, ജീസ്മോൻ ടേക്കിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ടാണ്. അതെങ്ങനെയാണ് കിട്ടിയത്? എന്നെ സംബന്ധിച്ച് ചെറുപ്പം മുതൽ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ അപ്പച്ചൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ നമ്മൾ അൾത്താര സംഘത്തിലേക്ക് കയറണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് അതിൽ കയറാൻ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അൾത്താര ബാലസംഘത്തിൽ കയറുക, വായിക്കണം, അവിടുത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യണം, അച്ഛന്മാരുടെയൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടും തുടർന്നും എല്ലാ ദിവസവും പള്ളിയിൽ പോയി അൾത്താര ബാലസംഘത്തിലേക്ക് കൂട്ടുകാരൊക്കെ കയറിയപ്പോഴും നമ്മൾ കയറാണ്ട് അങ്ങനെ കുർബാനയ്ക്ക് മാത്രം പോയി ഇരുന്നു. പിന്നീട് ഒരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഒരു അല്പം ധൈര്യമൊക്കെ ആയി അൾത്താര ബാലസംഘത്തിൽ കയറുകയും പിന്നീട് അവിടെ ലഭിച്ച ഉത്തരവാദിത്തങ്ങൾ ഇത്തിരി സീനിയറായിട്ട് കയറിയ കാരണം തന്നെ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ പെട്ടെന്ന് കിട്ടി. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ ഈ പേടി കുറഞ്ഞു. അങ്ങനെ ചെയ്തിട്ടാണ് മെല്ലെ ഈ ഒരു ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ ഒന്ന് വരാനായിട്ട് ഇടയായത്. പിന്നീട് സെമിനാരി കാലഘട്ടത്തിൽ നമുക്ക് അച്ഛന്മാർ തന്ന ഉത്തരവാദിത്തങ്ങളായാലും ഇതുപോലെ ചെറിയ ഉത്തരവാദിത്തങ്ങൾ മുതൽ നമുക്കത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യാനായിട്ട് ഇടയായത്. പിന്നീട് ഡിഗ്രി പഠന കാലഘട്ടത്തിലായാലും ഈ അൾത്താര ബാലസംഘത്തിൽ നിന്ന് കിട്ടിയ ഒരുപാട് കഴിവുകൾ അല്ലെങ്കിൽ നമുക്ക് വളർത്തിയെടുത്തത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവരോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഡീകമ്മ്യൂണിസ്റ്റ് ചെയ്ത പുതുക്കാരുടെ വകയിലായാലും ആ ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും അവരോടൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഭാവിയിലായാലും നമ്മൾ നമുക്ക് ലഭിക്കുന്ന ഇടവകളിൽ കുട്ടികളോടും യുവജനങ്ങളോടൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അവരോട് പ്രവർത്തിക്കാനും അവരെ കൂട്ടിപ്പിടിക്കാനൊക്കെ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്